ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളാണെങ്കിൽ ജുവാൻ്റെ മുടി കെട്ടാൻ വേണ്ടി വേളാങ്കണ്ണി പോവാണ്. അപ്പോൾ ഞാനൊക്കെ ലഗേജും കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വന്നപ്പോഴേക്കും ജുവാൻ നമ്മുടെ കയ്യടി തുടങ്ങി. പിന്നെ നമ്മൾ ട്രെയിൻ വന്നു, ഞങ്ങൾ S4-ലായിരുന്നു. പിന്നെ ജുവാനെ നോക്കി ഇന്ന് പിന്നെ ഞങ്ങൾ കയറി. കയറിയ ഉടനെ ഞാൻ പിങ്ക് പൊട്ടിച്ചിരുന്നു, ജുവാനും കൊടുത്തു. പിന്നെ അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു. പിന്നെ ജുവാനെ അവിടെ കമ്പി പിടിച്ചിരിക്കണം. പിന്നെ ഞങ്ങൾ കുടിച്ച ഫാൻറ്റയുടെ കുപ്പി ഞാൻ കൊടുത്തു. എന്നിട്ട് നൈറ്റായി. പിന്നെ നമ്മൾ രാവിലെ എത്തി. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ നടന്നു. പിന്നെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തി. ഫ്രണ്ടിന് ശേഷം ഞങ്ങൾ പള്ളിയിലെ അകത്ത് കയറിപ്പോയിട്ട് ജുവാൻ അവിടുത്തെ മാലാഹയെ പിടിച്ചിട്ട് അതിൻ്റെ മൂക്ക് നോക്കുന്നു ഗൈസ്. പിന്നെ ഇച്ചിരി നേരം കളിച്ചതിന് ശേഷം ഞാനും കൂടെ അടുത്ത് നിന്ന് പിന്നെ ഫ്രണ്ടിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പൈസ ഇട്ടു. പിന്നെ അത് ചുറ്റിക്കറങ്ങാനുള്ളതായിരുന്നു. പിന്നെ അവനെ മുടി വെട്ടാൻ വേണ്ടി കയറ്റി. അപ്പോൾ അവൻ ഉറക്കത്തിലാണ് വെട്ടിയത്. വെള്ളം ഒഴിച്ചിട്ട് അവൻ ഉണർന്നില്ല. പിന്നെ സൈഡ് പകുതി വെട്ടിയപ്പോഴേക്കും ജുവ എണ്ണിച്ചു. പിന്നെ കരച്ചിലായിരുന്നു. ഇപ്പോഴൊക്കെ അവൻ കിടന്ന് ഉറക്കവാ. പിന്നെ ഫുള്ള് വെട്ടിയതിന് ശേഷം പകുതി ആയപ്പോഴേക്കും ജുവാൻ കരച്ചിൽ തുടങ്ങി ഗൈസ്. ഇവിടെ ഒന്നും കരഞ്ഞില്ല, അവൻ ഫ്രണ്ടിലോ തെട്ടിയപ്പോഴായിരുന്നു കരഞ്ഞത്. പിന്നെ നല്ല രസമുണ്ട് ഗൈസ്. മൊത്തത്തിൽ മുട്ടയാക്കി അവൻ നിൽക്കുന്നില്ല, ഇപ്പം എണ്ണീച്ച് തറയിലൊന്നും നിൽക്കുന്നില്ല, ഭയങ്കര കരച്ചിൽ. പിന്നെ നമ്മൾ കടലിൽ പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് അവനെ ഇങ്ങനെ ദേഹത്തൂടെ ഒഴിക്കാൻ പറഞ്ഞവർ. അങ്ങനെ നമ്മൾ പോയി ഒരു ബക്കറ്റ് അരി തന്ന് നമ്മൾ കടൽ വെള്ളം പിടിച്ചിട്ട് ശേഷം അവനെ കുളിപ്പിച്ചെന്നല്ല, ദേഹത്തോട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് മുടിയെല്ലാം ദേഹത്തൊന്ന് പോകാൻ വേണ്ടി പപ്പ പിടിച്ചോണ്ട് വന്ന്. പിന്നെ അവൻ അനങ്ങാതിരിക്കുന്നു. പിന്നെ മുതുവെല്ലാം കഴുകി മുടിയെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ ബയ്യയുടെ മണ്ടയിൽ നിന്ന് പോവാണ്. ടോയ്സ് എല്ലാം നോക്കുവാണ് അവൻ. പിന്നെ അവന് തലയിൽ ചന്ദന തേച്ചു. ബയ്യാണ് തേക്കുന്നത്. എന്നിട്ട് പിന്നെ ജുവാനെ കൊണ്ട് അങ്ങ് പോയി പള്ളിയുടെ ഫ്രണ്ടിൽ എത്തി. പിന്നെ അമ്മ മെഴുകുതിരി കത്തിച്ച്. ഞങ്ങൾ 3 പേരും കത്തിച്ച്, പപ്പയും മമ്മി ഞാനും. പിന്നെ നമ്മളാണെങ്കിൽ ഒരു മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ പോയി. മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണിത്. പിന്നെ അവിടെ ഒരു കുട്ടിയുണ്ട് പ്രതിമ. പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ ഇപ്പോൾ തോണ്ടുന്നു ജുവാൻ. അതും ഇങ്ങനെ മുട്ടയടിച്ചാണ്. പിന്നെ നമ്മൾ വൈകിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി വന്ന് കയറി. ഞാൻ മണ്ടയിലായിരുന്നു പോയപ്പോഴും. പിന്നെ നമ്മൾ രാവിലെ എത്തി. പിന്നെ രാത്രിയായി. രാവിലെ എത്തി പുനലൂർ. ഞാൻ ഉണർന്നപ്പോഴേക്കും പുനലൂർ എത്തിയായിരുന്നു.